ചേട്ടാ, ഈ രാമായണം എഴുതിയ ആരാണെന്നറിയോ? വാൽമീകി അല്ലേ? മഹാഭാരതം എഴുതിയ ആരാണെന്നറിയോ? വേദവ്യാസൻ. പക്ഷെ ഇവർ രണ്ടുപേരും അത് എഴുതിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എഴുതിയനെ. അത് അത്രയ്ക്ക് മൂളുണ്ട് ചേട്ടാ എനിക്ക്. കൊള്ളാം. കവിയിൽ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം രസമായിരിക്കും. രാമായണം എഴുതിയത് ബെൻസ്. 10 തലമുറ കഴിഞ്ഞാലും ചേർച്ച കാണൂലടാ. ചേട്ടാ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തെ മൂള ഉപയോഗിച്ച് നേരിടണമെന്നാണ്. മൂള ഉപയോഗിച്ച് പണ്ട് വാട്ടർ ടാങ്കിൽ എലി വീണപ്പം അതിനെ എടുത്ത് കളയാതെ പിടിക്കാൻ പൂച്ച ഇട്ട് കൊടുത്തവനാ നീ. ചേട്ടാ, അതെല്ലാം കുട്ടിക്കാലത്തെ കൊച്ചു കൊച്ചു കഴപ്പുകളല്ലേ. ആ കഴപ്പ് പോട്ടേന്ന് വെക്കാം. അവിടെ കൊണ്ടൊന്നും നീ നിർത്തിയില്ല. 2 ശവം പൊങ്ങിയെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് ഫയർഫോഴ്സിനെ വിളിച്ചേ? ചേട്ടാ, അത് ഞാൻ വിളിച്ചല്ല, സീതയാണ് വിളിച്ച. നമുക്ക് ഈ പഴയ പ്രശ്നങ്ങൾ 4K റിലീസ് ചെയ്യാണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാം. ഇപ്പോഴത്തെ പ്രശ്നം എന്തോ സംസാരിക്കാൻ ഞാനിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചെങ്കിലും ആര്യയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അയാൾ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ, ഏതൊരു പ്രണയം പൂത്തുലയണമെങ്കിലും ഏതൊരു പ്രണയം തകർന്ന് തരിപ്പണമാകുന്നതിലും പ്രധാന കാരണം അവളെ കൂടെയുള്ള ഒരു പെണ്ണായിരിക്കും. അതിന് നമ്മൾ ചേട്ടന്റെ പ്രണയം പൂത്തുലയ്ക്കാൻ ഒരു പെണ്ണിനെ ഇറക്കണം. ഒരു പെണ്ണ് വന്നിട്ട് പോയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. എൻ്റെ അനിയത്തി അത് പ്രണയം തൊലയ്ക്കാൻ വന്നോള്. ഞാൻ പറഞ്ഞ പ്രണയം പൂത്തുലയ്ക്കാൻ ഒരു പെണ്ണിനെ ഇറക്കണമെന്നാണ്. അതേത് പെണ്ണ്? അപ്പച്ചി. അതൊരു ബൈക്കല്ലേ? അപ്പാച്ചി അല്ല, അപ്പച്ചി, യുവർ മദർ. അമ്മയോ? അമ്മ വന്നിട്ട് എന്ത് ചെയ്യാൻ? ചേട്ടാ, ആര്യമായിട്ട് അടുക്കാൻ നോക്കി ആര്യ സമ്മതിക്കത്തില്ല. ആര്യമായിട്ട് അടുത്തല്ലേ നിങ്ങൾ പഴയ പോലെ ആകത്തുള്ളൂ. അപ്പച്ചി വരുവാണെങ്കിൽ ആര്യക്ക് ചേട്ടനുമായി അടുപ്പമുള്ള പോലെ ആക്ട് ചെയ്താലേ പറ്റൂ. ഈ അവസരം മുതലെടുക്കണം. സംഭവം കൊള്ളാം. പക്ഷെ അമ്മ ഇനി വിളിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇനി എപ്പോൾ ഇങ്ങെത്തിക്കാനാ? ടൈം എടുക്കും. അതിനാണ് മൂള വേണമെന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ അപ്പച്ചിനെ വിളിച്ച് സെറ്റ് ചെയ്തായിരുന്നു. അപ്പച്ചി 10:30 6:30 എത്തും. 10:30? എടാ, 10:15. അവളോട് പറയണ്ടേ? പിന്നെ അമ്മ വരുമ്പോ അവൾ ഈ കുട്ടി നിൽക്കുന്ന നൂഡിൽസും ഒക്കെ പിടിച്ചോണ്ട് നിന്നാ? അയ്യോ, എന്നാ ചേട്ടത്തിയോട് പോയി പറയാം. അല്ല, അവള് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ ഡേറ്റ് നിർത്തി പോകുന്ന പറയാം. ഇപ്പൊ ഡേറ്റ് നടക്കേണ്ടത് ചേട്ടത്തിയുടെ ആവശ്യമാണ്. ആര്യ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതല്ലേ കാർത്തി? വെറുതെ തന്നെ ഓരോന്നും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ വരല്ലേ. എടോ, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതിന്റെ പേരിൽ ഞാനൊന്ന് പിണങ്ങിപ്പോയി. അതാണ് ഇത്ര വലിയ കുഴപ്പം. തെറ്റിദ്ധാരണയല്ലോ, ഞാൻ വേറൊരാളെ ഡേറ്റ് ചെയ്തിട്ട് അറിഞ്ഞോണ്ടല്ലേ ഇറങ്ങിപ്പോയത്. അതെ, അത് താൻ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. നിങ്ങൾ ഒരു ദിവസം പോലും ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു വന്നു. ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം കാർത്തി? കാർത്തിക്ക് ഉണ്ടായിരുന്നില്ലേ റിലേഷൻ? അത് ഡേറ്റിംഗ് അല്ലായിരുന്നല്ലോ, പ്രണയമല്ലേ. തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരുമിച്ചൊക്കെ താമസിച്ച് അങ്ങനല്ലേ ഡേറ്റിംഗ്? അത് ലിവിങ് ടുഗെദർ. നമ്മൾ രണ്ടുപേരും ദൂരെ നിൽക്കണോണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞേ. അപ്പൊ കാർത്തിയുടെ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ടോ, ഫിസിക്കലി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ഇതൊക്കെയാണല്ലേ. കാർത്തി പ്രേമിച്ചിരുന്നപ്പോ ഫിസിക്കലി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ ചെയ്യാൻ? അതെ, ഞങ്ങളൊരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ഈ ഹോട്ടൽ റൂം എടുക്കുക, ഈ വക കലാപരിപാടി ഒന്നും നടക്കത്തില്ല. അപ്പൊ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ചെയ്തേനെ. ചാൻസ് കിട്ടാത്തോണ്ടാ? അങ്ങനല്ല. കൂടുതൽ സംസാരിക്കേണ്ട കാർത്തി, നമുക്ക് ഈ വിഷയം വിടാം. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഈ നാട് മുഴുവൻ നടന്ന് ഡേറ്റ് ചെയ്ത് കലാപരിപാടി നടത്തുന്ന ആളല്ല. ശരി, സമ്മതിച്ചു, എൻ്റെ മിസ്റ്റേക്ക്. പിന്നെ ഞങ്ങളിപ്പോൾ വന്നതേ, എൻ്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? നമ്മുടെ ഇവിടുത്തെ വല്ല കാര്യം അറിഞ്ഞോ? അമ്മയൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ വരുന്നതാ. പക്ഷെ പിടിച്ചു നിർത്താൻ നോക്കി, നടന്നില്ല. നമ്മുടെ കാര്യമൊന്നും അമ്മ അറിയാതെ ഒന്നും നോക്കിയേക്കണേ. അതെ, അമ്മ അറിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലേ, ഡേറ്റും കള്ളത്തിനും പൊളിയാൻ ചെയ്യും. അങ്ങനെ പൊളിയാൻ ആയിരിക്കാതെ പ്രശ്നം. എന്തൊരു അവസ്ഥയാ ചത്ത കൊച്ചിന്റെ ജാതകം വായിക്കുന്നത്. എന്തൊരു വിധിയല്ലേ ഏട്ടാ. അയ്യോ, അപ്പച്ചി വന്നു. അയ്യോ, അമ്മ വന്നു. ഡ്രസ്സ് ഇത് ഓക്കെയാണ്. പിന്നെ അമ്മയുടെ മുമ്പിൽ നമ്മൾ ഡേറ്റിംഗ് ആണ്, മറക്കരുത്. ഓക്കെ, വാ. പിന്നെ ആര്യയുടെ അച്ഛൻ ആരാണ് അമ്മയുടെ വിചാരം? ആര്യയുടെ അമ്മയുടെ ഭർത്താവല്ലേ? ഏതോ വലിയ കമ്പനിയുടെ ആളാ. എടാ, ഇവിടുത്തെ പൂജാമുറി എവിടാടാ? എവിടാ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടോ? പൂജാമുറിയുടെ സ്ഥാനം എവിടാ? അവിടെ ഇല്ലേ? എന്നാ അവിടുത്തെ മുറി പൂജാമുറി എന്നങ്ങ് പറയാം. അവിടെ ബാത്റൂം അല്ലേ? എന്നാ വിഷയം മാറ്റാം. അമ്മ എപ്പോഴാ ഇറങ്ങിയേ? ഞാൻ 8:30 അറപ്പുരയ്ക്ക് വന്നു. അല്ല, ഇവിടുത്തെ പൂജാമുറി എവിടാടാ? അപ്പച്ചി കുടിക്കാനൊന്നും വേണ്ടേ? കുടിക്കാനും വേണം, കഴിക്കാനും വേണം. പൂജാമുറി എവിടാ?
അപ്പച്ചി യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എടാ അതൊന്നും കുഴപ്പമില്ലായിരുന്നു. നീ പൂജാമുറി എവിടാന്ന് പറ. അപ്പച്ചി സീതയ്ക്ക് സുഖം തന്നെ? ഇവനെ എന്തോടാ ബാറ്ററിക്ക് വയറ് കൊടുത്ത് നിർത്തിയേക്കുവാന്നോ? അങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കത്തില്ല, ഇങ്ങോട്ട് പറഞ്ഞോണ്ടേ ഇരിക്കുക. അപ്പച്ചി റേഷൻ കാർഡിൽ പേര് പതിപ്പിച്ചായിരുന്നോ? റേഷൻ കാർഡിൽ നിന്ന് നിന്റെ പേര് വെട്ടണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൂജാമുറി എവിടാന്ന് പറയടാ. ചേട്ടാ യു പ്രൊസീഡ്. പട്ടിണി നടക്കുന്ന പരിപാടിക്കുന്നത് ഞാനില്ല. അമ്മേ, ആര്യ ഒരു സൂര്യഭക്തയാണ്. ഓ സൂര്യഭക്തയാണോ? ആ, ഈ സൂര്യനെ ഭക്തിക്കുന്നതുകൊണ്ട് ഫുൾ പരിപാടി ടെറസിലാ, മറ്റേ സൂര്യ നമസ്കാരമൊക്കെ. അതുകൊണ്ട് നമുക്ക് പൂജാമുറി വേണ്ട. ആ അത് പറ. ഈ സൂര്യനെ പൂജിക്കുന്ന കുട്ടികൾക്ക് കോപം കൂടും. കൂടും എല്ലാം കുറച്ച് കൂടുതലാ. എന്നിട്ട് ആര്യ എന്തിയേ? ആ ഒന്നല്ല, മോക്കെന്നെ മനസ്സിലായോ? ആ മനസ്സിലായി, കാർത്തി പറഞ്ഞായിരുന്നു വരുമെന്ന്. ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ സുന്ദരിയാ. ദേ, ഇതാണ് അവസരം. ആര് കൂളായിട്ട് നിൽക്കുക, ഇതിൽ പിടിച്ച് കയറിക്കോണം. ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ ഇത് പാളിപ്പോയി എന്ത് ചെയ്യും? പാളിപ്പോയ പ്ലാൻ ബി എടുക്കും. ടിസ്റ്റ് ഉണ്ട്, ടിസ്റ്റ്. അതെന്തോ? അത് സമയമാകുമ്പോൾ പറയാം. നമ്മുടെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എന്നാ പിന്നെ എല്ലാവരോടും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ, നമുക്ക് കല്യാണം അങ്ങ് തീരുമാനിക്കാം. അതൊക്കെ ഡേറ്റും കഴിഞ്ഞിട്ട് മതിയില്ലേ അമ്മേ? അതിനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴേ കല്യാണത്തിന് റെഡിയാണെന്നാ ബെൻസ് വിളിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചിയെ വിളിക്കാറുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയെന്നാ പറഞ്ഞേക്കുന്നേ, അല്ലേ അപ്പച്ചി? അത് കണ്ടാലും പറയുമല്ലോ, രാമനും സീതയും പോലെ. ആ മോളെ, ഞാൻ മോക്ക് തൊടാനേ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഞാനൊരു എത്തിസ്റ്റാ. പിന്നെ ഉള്ള കാര്യം പറയാലോ, ഞങ്ങൾ തമ്മിലൊരു കല്യാണം നടക്കത്തില്ല. എന്തുവാടാ? അല്ല, ആര്യയോട് ഞാൻ സൂര്യഭഗവാനെ ഒക്കെ പ്രാർത്ഥിച്ച് നിൽക്കാൻ പറയുമായിരുന്നു. അതായിരുന്നോ? അമ്മ ഒന്നിരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. കാർത്തി ഒന്ന് അകത്തേക്കൊന്ന്. എന്താ? സത്യം പറ, നിങ്ങളെല്ലാം എന്നെ വിളിച്ചു വരുത്തിയത്? അയ്യോ, ഞങ്ങളോ? അതെ, ഇവനെ വിളിച്ചു വരുത്തി. അയ്യോ, ഒരു മുതിർന്ന പൗരയുടെ ഇടപെടലുകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു കരുതി. അതൊരു തെറ്റാണോ? ഒരു വഞ്ചനയാണോ? ഒരു ചതിയാണോ? ഞാൻ നിങ്ങളെ ചതിക്കൂ? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. അവസാനമായിട്ട് ഞാൻ പറയാം, നേരെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വീട്ടുകാരെ വലിച്ചഴക്കരുത്. ഇതിന് ആരാ? അത് ഒരു മുതിർന്ന പൗരന്റെ ഇടപെടലൂടി വേണമെന്ന് തോന്നി. ആര്യയുടെ അച്ഛനാ. അച്ഛനെ വിളിച്ചു പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്.